ഇപ്പൊ എന്തിനാ ഈ 2 ആഴ്ചത്തെ ട്രെയിനിങ്? എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ പട്ടാളത്തിൽ ചേർന്നത്? അത് ഞാൻ ബ്രിഗേഡിയറോട് ചോദിച്ചിട്ട് പറയാം. ഈ ഹണിമൂൺ സമയത്ത് ഞാൻ എന്തിനാ ഈ കോഴ്സിനൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ജയിച്ചു കിട്ടിയാലേ 75 രൂപ ഇൻക്രിമെന്റ്, അറിയാം? ഓ, നീ എന്തിനാ പേടിക്കുന്നത്? ചുറ്റും നമ്മുടെ ആൾക്കാരല്ലേ. സത്യത്തിൽ നീ ഭാഗ്യവതിയാ. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നില്ലേ? ആനുവൽ ലീവ് കിട്ടുന്ന 2 മാസം ഇവിടെ പലരുടെയും കുടുംബജീവിതം. ആ പിന്നെ ആശുപത്രി കഞ്ഞി കൊണ്ടുപോകുന്ന കാര്യം മറക്കരുത്. ഒന്നുമില്ലെങ്കിലും മലയാളികളല്ലേ, പ്രത്യേകിച്ച് അന്യദേശത്ത് വന്ന് അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോ. ആന്റണി, ദേരി ഹോ ഗയാ, ജൽദി ആओ. 1 മിനിറ്റ്. बता। हम सब देखा था। अरे तुम क्या किया अंदर? चुप रहो, कुछ नहीं। വരരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേണ്ട, ആരെങ്കിലും കാണും. പ്ലീസ് പോകൂ. രണ്ടാഴ്ച, 4 ദിവസം കഴിഞ്ഞു. ഇനി 10 ദിവസം. One minute. It's all right. ഇത്ര വേഗം എത്തിയോ? 2 ആഴ്ച എന്ന് പറഞ്ഞ് പോയിട്ട് 1 ആഴ്ച കൊണ്ട് കഴിഞ്ഞു. ആ, പുതുമോടിയല്ലേ? ചെല്ല് ചെല്ല്.
അശോക് വരും, ബാബുവേട്ടന്റെ അനിയൻ. രാഘവൻ അവനൊരു കമ്പനി കൊടുക്കണം. 3-4 ദിവസത്തേക്ക് ട്രിപ്പൊന്നും വേണ്ട. ആന്റണി, ഏത് ആന്റണി? ചേട്ടൻ അന്ന് ബ്ലഡ് തന്നില്ലേ? ഓ, ചേട്ടാ, എങ്ങനെ റിക്കവറി? ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റിരിക്കുമെന്നോ താങ്ങി പിടിച്ചാൽ മെല്ലെ നടക്കുമെന്നോ അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് മിറക്കിൾ. അന്ന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അല്ലേ? അതെ, നൗ ഹി ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷേ എന്തോ ഒരു കുഴപ്പം, ഒരു മൂഡ് ഔട്ട്. വഴക്കിട്ടു അല്ലേ? ഏയ് ഇല്ല, തോന്നിയതായിരിക്കും. ചേട്ടനെ വിളിക്കാം, ഊണ് കഴിക്കാം. എന്റെ പൊന്ന സഹോദര, ഭയങ്കര വിശപ്പ്, കഴിക്കാമാ? എനിക്കിപ്പോ വേണ്ട, നല്ല വിശപ്പില്ല. നീ വയ്ക്കോ. ഒരു ആപ്പിറ്റൈസർ വണ്ടിയിൽ ബോട്ടിൽ ഇരിപ്പുണ്ട്, എടുക്കട്ടെ? വേണ്ട, നീ കഴിച്ചു. ആ, എങ്കിൽ എനിക്കും വേണ്ട. അൺക്യാപ്ചേർഡ് ക്രിമിനൽസ്. അപ്പൊ സംഭവം ഔദ്യോഗിക തലം വരെ എത്തി. ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യട്ടെ. എന്റെ കാര്യം ആരെതിർത്താലും ഞാൻ കുപ്പിയെടുക്കും. അജയൻ കൊലപാതകം 1. മോശം. കൃഷ്ണൻ വൈദ്യർ, ഖാദർ, ഗോപാലൻ, ഭാര്യ, 3 കുട്ടികൾ, അമ്മായിയപ്പൻ. ഇവനാള് കൊള്ളാമല്ലോ. അടുത്തതും കൊള്ളാം. ആന്റണി ഐസക്, ലാൻസ് നായക്, 56 APO, ഡെറാഡൂൺ. ഭാര്യയെ കൊന്നു, ലളിതയെ. ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. വാ, ഭക്ഷണം കഴിക്കാം. ആന്റണിയെ നീ അറിയും, ലളിതയെയും നീ അറിയും. ഈ സംഭവം മുഴുവൻ നിനക്കറിയാം. ഈ കഥയിൽ നിന്റെ റോൾ എന്താണ്? എന്തായി ചേട്ടൻ പറയുന്നത്? ഈ കഥയിലെ വില്ലൻ നീയല്ലേ? എന്തായി പറയുന്നത്? അതാ എനിക്കും മനസ്സിലാകാത്തത്. ദാ, കഥ എനിക്കും നിനക്കും അറിയാം. അറിയാത്തത് ഇവൾക്കാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഡെറാഡൂണിൽ വെച്ച് എന്റെ ജീവൻ രക്ഷിച്ച ഒരു ആന്റണിയെ കുറിച്ച്? ഇതാണ് അയാൾ. ഇത് നമ്മുടെ രാഘവനല്ലേ? അതെ, രാഘവനും ആന്റണി ഒരാൾ തന്നെ. ആന്റണിയുടെ ഭാര്യ ലളിത. ആന്റണിയുടെയും നിയമത്തിന്റെയും മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കണ്ണൂറുണ്ട് ആ കഥയിൽ. അത് ഇവനാണ്. ഇവനാണെന്ന് ലളിതയുടെ മുറിയിലുണ്ടായിരുന്നത്. ഞാനല്ല, എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലടാ. രാഘവൻ ഇപ്പൊ ഇവിടെ എത്തും. അവനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിനക്കൊണ്ടോടാ? ഉണ്ടോടാ? വിടൂ, ഞാൻ പോകുന്നു. ഇല്ല, സത്യം പറയാൻ നിന്നെ ഞാൻ വിടില്ല. രാഘവനും ആന്റണി ഒരാളാണെന്ന് മനസ്സിലാക്കിയ നിമിഷം അവനെ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇപ്പൊ അത് തോന്നുന്നില്ല. ശിക്ഷ അർഹിക്കുന്നത് ഇവനാണ്.